അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വഴിയിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിന് എനർജി അക്വയർ ചെയ്യാം എന്നതിൻ്റെ എണ്ണമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതൊരു നമ്പറാണ്, എണ്ണമാണ്. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ ഗ്യാസ് മോളിക്യൂൾസിനും. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസിന് എനർജി അക്വയർ ചെയ്യാൻ കഴിയുന്നത് എത്ര വഴികളിലാണ്? ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ ഗ്യാസ് മോളിക്യൂൾ ക്യാൻ അക്വയർ എനർജി ബൈ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ ഓർ വൈബ്രേഷൻ. നമുക്കറിയാം, ഒരു ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് എനർജി കിട്ടും. മോഷൻ കാരണം എനർജി കിട്ടും, കൈനറ്റിക് എനർജി ഉണ്ടാവും. പിന്നെ അത് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവുമ്പോഴും ഉണ്ടാവും. അതേപോലെ റൊട്ടേഷൻ എനർജി കാരണവും ഉണ്ടാകും, വൈബ്രേഷൻ കാരണവും ഉണ്ടാകും. ഗ്യാസ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാരണം എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ എത്ര രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസിന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലും മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് നമ്മൾ പറയുന്നത്. ട്രാൻസ്ലേഷൻ കാരണം, എക്സിലും വൈയിലും സെഡിലുള്ള ട്രാൻസ്ലേഷൻ കാരണം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇനി റൊട്ടേഷൻ കാരണം ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടണം, വൈബ്രേഷൻ കാരണം ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടണം. അപ്പോൾ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ ഗ്യാസ് മോളിക്യൂൾ ക്യാൻ അക്വയർ എനർജി ബൈ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ ഓർ വൈബ്രേഷൻ. അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള മോഷൻ വഴി എത്ര വഴികളിൽ എനർജി അക്വയർ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ എണ്ണമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇനി നമ്മൾ ഓരോ ടൈപ്പ് മോളിക്യൂൾസിന് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, ട്രൈ അറ്റോമിക് അല്ലെങ്കിൽ പോളി അറ്റോമിക് ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അങ്ങനെ അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലൂടെ അവർക്കുണ്ടാകുന്ന ടോട്ടൽ എനർജിയും ഇനി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ പറഞ്ഞു, മോണോ അറ്റോമിക്കിലും ഡൈ അറ്റോമിക്കിലും പോളി അറ്റോമിക്കിനൊക്കെ വ്യത്യസ്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പം ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്നുള്ളതാണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ നമ്മൾ പറഞ്ഞു? ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ബൈ വിച്ച് എ ഗ്യാസ് മോളിക്യൂൾ ക്യാൻ അക്വയർ എനർജി. എത്ര വഴികളിലൂടെ എനർജി ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ എണ്ണമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? ഇക്വിപാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ടേമിൽ തന്നെ ഇതിൻ്റെ മീനിങ് ഉൾക്കൊണ്ടിട്ടുണ്ട്, ഈക്വൽ പാർട്ടീഷൻ. അപ്പോൾ ദി ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഓൾ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി അതിൻ്റെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വലായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ആ ടോട്ടൽ എനർജിയെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ആദ്യം അങ്ങനെ ഓരോന്നിനും കിട്ടുന്ന ആവറേജ് എനർജി എത്രയാണെന്ന് നോക്കാം. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? ദ ടോട്ടൽ എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഓൾ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അഥവാ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്നും ഈക്വൽ എനർജി കിട്ടിയിട്ടാണ് ടോട്ടൽ എനർജി ഉണ്ടാകുന്നത്. അങ്ങനെയും പറയാം. എങ്ങനെ? ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം വഴിയും ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി ലഭിച്ചിട്ടാണ് ടോട്ടൽ എനർജി ഉണ്ടാകുന്നത്. അഥവാ ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഓൾ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഉണ്ടാകുന്ന ആവറേജ് എനർജി എത്രയാണ്? ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഉണ്ടാകുന്ന ആവറേജ് എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം E is equal to average energy is equal to half half kb T. T എന്നത് ടെമ്പറേച്ചർ ആണ്. kb എന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. മാക്സ്വെല്ലും ബോൾട്സ്മാൻ എന്ന സയൻറ്റിസ്റ്റ് ഒക്കെ ചേർന്നാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്
ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ KB എന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നോട്ട്സിൽ തരുന്നുണ്ട്. അപ്പോൾ ആവറേജ് എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു ½ kBT. ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അപ്പോൾ ഈ രണ്ട് കാര്യവും ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അതേപോലെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയും വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള പാഠഭാഗങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത്? ഒരു ഗ്യാസ് മോളിക്യൂൾസിന് എത്രയൊക്കെ വഴികളിലൂടെ എനർജി അക്വയർ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ എണ്ണമാണ്. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ബൈ വിച്ച് എ മോളിക്യൂൾ ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ പൊസസ് എനർജി. പിന്നെ വാട്ട് ഈസ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി അതിൻ്റെ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദ ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഓൾ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും എത്ര കിട്ടും? ½ kBT. ദ എനർജി ആവറേജ് എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ½ kBT. ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന്, മോണോ അറ്റോമിക് ഗ്യാസിന്, പിന്നെ ഡയാറ്റോമിക്കിന്, പോളി അറ്റോമിക് ഗ്യാസുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡവും ടോട്ടൽ എനർജിയും കണ്ടുപിടിക്കുകയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണവും, അപ്പോൾ അങ്ങനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എണ്ണം മനസ്സിലാക്കിയാൽ അതുവഴി ആ ഒരു ഗ്യാസ് മോളിക്യൂൾ ലഭിക്കുന്ന ടോട്ടൽ എനർജിയുടെയും ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിന് ട്രാൻസ്ലേഷൻ മാത്രമാണ് ഉണ്ടാകുന്നത്. ഹീലിയം, ആർഗൺ പോലെയുള്ള മോണോ അറ്റോമിക് ഗ്യാസുകൾക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടാകും. ട്രാൻസ്ലേഷൻ വഴി 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. എന്താണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ? അങ്ങനെയാണെങ്കിൽ ഈ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ എനർജി എന്തായിരിക്കും? എനർജി നമുക്കറിയാം, എനർജി പെർ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനുള്ള എനർജി എത്രയാണ്? ½ kBT ആണ്. 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനുള്ള എനർജി ½ kBT ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകുമ്പോൾ 3 × ½ kBT. എന്താണ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 3 × ½ kBT അഥവാ 3/2 kBT. ഇതാണ് ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ടോട്ടൽ എനർജി. ഇനി ഒരു ഡയറ്റോമിക് ഗ്യാസിന് H2O2 പോലെയുള്ള ഗ്യാസുകൾ, അതിൽ നമുക്കറിയാം റിജിഡ് റൊട്ടേറ്ററും ഡയറ്റോമിക് ഗ്യാസ്. അതിൽ റിജിഡ് റൊട്ടേറ്റർ, എന്താണ് റിജിഡ് റൊട്ടേറ്റർ? റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ, വൈബ്രേഷൻ ഉണ്ടാവില്ല. ട്രാൻസ്ലേഷൻ ഉണ്ടാകും, റൊട്ടേഷൻ ഉണ്ടാകും, പക്ഷേ വൈബ്രേഷൻ ഇല്ല. അപ്പോൾ ഈ ഡയറ്റോമിക് മോളിക്യൂൾസിൽ 3 ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ ഇവിടെയും 3 ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞല്ലോ. എന്താണ് 3? 3 ആക്സിസ് X, Y, Z, 3 ആക്സിസിൽ മൂവ് ചെയ്തുകൊണ്ട് എനർജി സമ്പാദിക്കാൻ പറ്റും, എനർജി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 പറഞ്ഞത്. X ആക്സിസിലും Y ആക്സിലും Z ആക്സിലും ട്രാൻസ്ലേഷൻ മോഷൻ നടത്തിയിട്ട് 3 വഴിയിൽ എനർജി ഉണ്ടാകും. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ 3 ട്രാൻസ്ലേഷൻ വഴിയും അതേപോലെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റൊട്ടേഷൻ വഴിയും, 2 വ്യത്യസ്ത പ്ലെയിനുകളിലെ റൊട്ടേഷനിലൂടെ 2 റൊട്ടേഷൻ, അങ്ങനെ ടോട്ടൽ 5 ആണ്. അപ്പോൾ ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ടോട്ടൽ 5. അങ്ങനെയാണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു 5 × ½ kBT. അപ്പോൾ 5/2 kBT. ഇതാണ് ഡയറ്റോമിക് മോളിക്യൂളിൽ റിജിഡ് റൊട്ടേറ്റർ. ഡയറ്റോമിക് ഗ്യാസിൽ റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ 5 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ടോട്ടൽ എനർജി 5 kBT.
അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇവിടെ ആകെ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചേർന്നുകൊണ്ടാണ് 5/2 kBT എന്ന ടോട്ടൽ എനർജി ഉണ്ടാകുന്നത്. എങ്കിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും എത്രയായിരിക്കും എനർജി? ½ kBT. അങ്ങനെ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ½ kBT ഉണ്ടായി. ടോട്ടൽ 5 × ½ kBT, അപ്പോൾ 5/2 kBT. ഇനി ഡയറ്റോമിക് ഗ്യാസ് തന്നെ എന്താണ് നോൺ റിജിഡ് റൊട്ടേറ്റർ ഉണ്ട്. എന്താണ് ഡയറ്റോമിക് ഗ്യാസ് നോൺ റിജിഡ് റൊട്ടേറ്റർ. അപ്പോൾ നോൺ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ റൊട്ടേഷനും ഉണ്ടാകും, അതോടൊപ്പം വൈബ്രേഷനും ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. പിന്നെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു റൊട്ടേഷൻ. പിന്നെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു വൈബ്രേഷൻ. വൈബ്രേഷനിൽ കൈനറ്റിക് എനർജിയും ഉണ്ടാകും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അങ്ങനെയാണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകുന്നത്. എനർജി അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അങ്ങനെയാണ് ഒരു മോഡ് ഓഫ് വൈബ്രേഷനിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. ഒരു മോഡ് ഓഫ് വൈബ്രേഷനിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു മോഡ് ഓഫ് വൈബ്രേഷനാണ്. അപ്പോൾ ഒരു മോഡ് ഓഫ് വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. എങ്ങനെയാണ്? 2 കൈനറ്റിക് എനർജിയും ഉണ്ടാകുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു റൊട്ടേഷൻ ആൻഡ് അഗെയിൻ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു വൈബ്രേഷൻ. ടോട്ടൽ 7 ആണ്. അപ്പോൾ എനർജി 7/2 kBT. ഇനി പോളി അറ്റോമിക് ആണെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, പിന്നെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു റൊട്ടേഷൻ. റൊട്ടേഷന് 3 പ്ലെയിനിൽ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് 3 ഡിഗ്രീസ് ഓഫ് റൊട്ടേഷൻ. പിന്നെ എഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് വിചാരിക്കുക. എന്താണ് എഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണെങ്കിൽ 2F ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം വൈബ്രേഷൻ വഴി. എന്താണ് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? വൺ മോഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് പറയുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? എഫ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് സങ്കല്പിക്കുക. എഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണെങ്കിൽ 2F ആയിരിക്കും വൈബ്രേഷൻ കാരണമുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മോഡ് ഓഫ് വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. അപ്പോൾ എഫ് മോഡ് ഓഫ് വൈബ്രേഷന് 2F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. അപ്പോൾ ഇവിടെ 3 ആൻഡ് എന്താണ് 2F. അപ്പോൾ നമ്മൾ ഇത് 3 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എനർജിയുടെ ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയും. എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു 3 + 2F ഇൻറ്റു ½ kBT. അപ്പോൾ ഇത് 3/2. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് 3 ആണ്. 3/2 + 3/2 3 ആണ്. പിന്നെ 2F/2 F ആണ്. അപ്പോൾ 3 + F kBT എന്നാണ് ലഭിക്കുക. ഇതാണ് പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും അതേപോലെ എനർജിയും നമ്മൾ മനസ്സിലാക്കുന്ന രീതി. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് തൊട്ടടുത്ത ടോപ്പിക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കിതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ ഓരോ കേസിലുമുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണവും ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എണ്ണം മനസ്സിലാക്കിയാൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ളതും നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം മനസ്സിലാക്കിയാൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അറിയാം. എന്താ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി ½ kBT ആണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എണ്ണം അറിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ½ kBT ആണ്. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനോ 3 × ½ kBT. 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിലോ 5 × ½ kBT.
7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിലോ 7 × ½ kBt, കാരണം ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ½ kBt ആണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം കൊണ്ട് ½ kBt മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എനർജി ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ മോണോ അറ്റോമിക് ഗ്യാസിനും ആർഗൺ അതേപോലെ ആർഗൺ പോലെയുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മോണോ അറ്റോമിക്കിൻ്റെയും അതേപോലെ H2O2 പോലുള്ള ഡയറ്റോമിക്കിൻ്റെയും പിന്നെ പോളി അറ്റോമിക് ഗ്യാസിൻ്റെ ഒക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണവും എനർജിയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് തൊട്ടടുത്ത ടോപ്പിക്കായ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമുണ്ട്. അടുത്തതായി നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഓരോ ടൈപ്പ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും പഠിക്കുകയാണ്. അപ്പോൾ മോണോ അറ്റോമിക്, ഡയറ്റോമിക് അതേപോലെ പോളി അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയായിരിക്കും, അതെങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം നമുക്ക് ഓർമ്മയിലുണ്ടാകണം. ആദ്യമായിട്ട് നമ്മൾ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ടോട്ടൽ എനർജിയും അതേപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും എന്തായിരിക്കും എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് മോണോ അറ്റോമിക് ഗ്യാസിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, ടോട്ടൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മൂന്നും ട്രാൻസ്ലേഷൻ വഴിയാണ്. XYZ ആക്സിസുകളിലെ ട്രാൻസ്ലേഷൻ മോഷൻ കാരണമാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. റൊട്ടേഷൻ ഇല്ല, വൈബ്രേഷൻ ഇല്ല മോണോ അറ്റോമിക് ഗ്യാസിന്. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് 3/2 kBt എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 3/2 kBt. പക്ഷേ ഇത് നമുക്കറിയാം ഫോർ 1 മോൾ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ 1 മോളിന് നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ എനർജി ഈസ് ഈക്വൽ ടു 3/2 kBt ഇൻറ്റു NA അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവഗാഡ്രോ നമ്പർ കൊണ്ട്, കാരണം ഫോർ 1 മോളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ KB ഇൻറ്റു NA എന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, R ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, U ഈസ് ഈക്വൽ ടു 3/2 KB ഇൻറ്റു NA R ആണ്. അപ്പോൾ 3/2 RT. ഇനി നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചവരാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് വോളിയവും ഉണ്ട്, CPയും CVയും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എന്താണ്, CP സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, CV സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ CVയുടെ ഇക്വേഷൻ എന്താണ്, അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CV ഈസ് ഈക്വൽ ടു du/dt എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ U നമുക്കിവിടെ അറിയാം. അപ്പോൾ എന്താണ് നമുക്ക് CV ലഭിക്കുന്നത്, du/dt ആണല്ലോ. അപ്പോൾ d/dt ഓഫ് U എന്താണ്, 3/2 RT. ഈ ഇക്വേഷൻ നിങ്ങൾ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു dQ/dt എന്ന് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ amount of heat energy required to rise the temperature by 1 degree എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് dQ/dt. പക്ഷേ CV എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം dQ എന്നത് dQ/dt എന്നത് du/dt ആണെന്ന് നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം dQ ഈസ് ഈക്വൽ ടു എന്താണ്, du + PdV എന്നല്ലേ പഠിച്ചത്. എന്താണ്, dQ ഈസ് ഈക്വൽ ടു du + PdV എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം ആവുമ്പോൾ CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ dV ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. അപ്പോൾ dQ എന്ന് പറഞ്ഞാൽ du തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷനായിട്ട് പഠിച്ചത് ഇറ്റ് ഈസ് ദ amount of heat energy required to rise the temperature of unit mass substance by 1 Kelvin or 1 degree Celsius എന്നാണ്. അപ്പോൾ dQ ആണ് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചത്. പക്ഷേ ഈ കോൺസ്റ്റൻറ്റ് വോളിയം ആവുമ്പോൾ നമുക്ക് dQന് പകരം du എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാനിവിടെ CV എന്നതിന് du/dt എന്ന് എഴുതിയത്. അപ്പോൾ U എന്താണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ d/dt ഓഫ്
3/2 RT. ഇവിടെ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ടി ആണ് ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡി ടി മേലെ ഉണ്ട്, താഴെ. അഥവാ d/dt ഓഫ് ടി എന്താണ്? 1 ആണ്. d/dt ഓഫ് ടി എന്താണ്? d/dt ഓഫ് ടി എന്താണ്? 1 ആണ്. അപ്പോൾ d/dt ഓഫ് ടി 1 ആകുമ്പോൾ നമുക്ക് സി വി എന്ത് ലഭിക്കും? സി വി ഈസ് ഈക്വൽ ടു 3/2 R. dt ഓഫ് ടി 1 ആണ്. അപ്പോൾ 3/2 R ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു 3/2 R എന്ന് ലഭിക്കുന്നു. അപ്പോൾ സി വി നമുക്ക് ലഭിച്ചു. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്താണ്? സി വി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണത്? 3/2 R ആണ്. 3/2 R. അപ്പോൾ ഇനി സി വി കണ്ടുപിടിച്ചാൽ നമുക്ക് സി പിയും കണ്ടുപിടിക്കാൻ പറ്റും. സി വി മനസ്സിലാക്കിയാൽ സി പി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? നമുക്കറിയാം സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ സി വി നമുക്കറിയാം. അപ്പോൾ സി പി കണ്ടുപിടിക്കാൻ സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. സി വി എത്രയാണ്? സി വി 3/2 R ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 3/2 R പ്ലസ് ആർ. 3/2 R പ്ലസ് ആർ. അപ്പോൾ എത്ര ലഭിക്കുക? സി പി ഈസ് ഈക്വൽ ടു 6 കോമൺ ആണ്. അപ്പോൾ ബാക്കി ഉണ്ടാവുന്ന 3/2 പ്ലസ് 1. 3/2 പ്ലസ് 1 അത് എത്രയാണ്? 5/2 അല്ലേ? എന്താണ് 2 × 1 2 + 3 5 5/2. അപ്പോൾ 5/2 R. അപ്പോൾ സി പിയും കണ്ടുപിടിച്ചു, സി വിയും കണ്ടുപിടിച്ചു. ഇനി ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി നമുക്കറിയാം. സി പിയുടെയും സി വിയുടെയും റേഷ്യോ ആണ് ഗാമ. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി. സി പി എത്രയാണ് നമുക്ക് കിട്ടിയത്? 5/2 R. 5/2 R ഡിവൈഡഡ് ബൈ സി വി എത്രയാണ്? 3/2 R. R ആൻഡ് 2 ക്യാൻസൽ ആയാൽ 5/3 എന്ന് ഗാമയുടെ വാല്യൂ നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താണ്? ഗാമ ഈസ് ഈക്വൽ ടു 5/3. അപ്പോൾ നമ്മൾ ഇനി എല്ലാ കേസിലും ചെയ്യാൻ പോകുന്ന ഇതാണ്. എന്തൊക്കെ? സി വി കണ്ടുപിടിക്കുന്നു, പിന്നെ സി പി കണ്ടുപിടിക്കുന്നു, പിന്നെ സി പിയുടെയും സി വിയുടെയും റേഷ്യോ ആയ ഗാമ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് ഓർമ്മ ഉണ്ടാകണം. നമുക്കറിയാം മോണോആറ്റോമിക് ഗ്യാസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ട്രാൻസ്ലേഷൻ ഇൻ XYZ ആക്സിസ് കാരണം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? 3/2 kBT. 3/2 kBT. ഇനി ടോട്ടൽ എനർജി അറിയാമെങ്കിൽ നമുക്കറിയാം ഫോർ 1 മോൾ നമ്മളിതിനെ NA അഥവാ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് 3/2 kBT × NA. KB × NA എന്നത് R ആണ്. ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് KB × NA R ആവുന്നു. U ഈസ് ഈക്വൽ ടു 3/2 RT. അടുത്ത സ്റ്റെപ്പിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം സി വിസ് du/dt. അപ്പോൾ യു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ dt/dt 1 ആണ്. അപ്പോൾ d/dt ഓഫ് ടി 1 ആയതുകൊണ്ട് ബാക്കി ഉണ്ടാകുന്നത് 3/2 R. അപ്പോൾ സി വി എന്നത് 3/2 R ആണ്. ഇനി സി വി അറിഞ്ഞാൽ സി പി കണ്ടുപിടിക്കാൻ നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ അറിയാം. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ആർ. മേയേഴ്സ് റിലേഷൻ എന്നതിന് പേരുണ്ട്, മേയേഴ്സ് റിലേഷൻ. അപ്പോൾ മേയേഴ്സ് റിലേഷൻ വഴി നമുക്ക് സി പി കണ്ടുപിടിക്കുന്നു. സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. സി വി 3/2 R ആണ്, പിന്നെ പ്ലസ് ആർ. പിന്നെ ഇത് നമുക്ക് അഡീഷൻ നടത്തിയാൽ 3/2 ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 5/2 R. ഗാമ കാണാൻ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ അപ്പോൾ നമുക്ക് 5/3 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ഇതേ സ്റ്റെപ്പുകൾ ഡയറ്റോമിക് ഗ്യാസ്, റിജിഡ് റൊട്ടേറ്റർ, നോൺ റിജിഡ് റൊട്ടേറ്റർ, പിന്നെ പോളി അറ്റോമിക് ഗ്യാസ് ഇതിനൊക്കെ ചെയ്യാൻ പോവുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഡയറ്റോമിക് ഗ്യാസിന് ഇതേ രീതിയിലുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂളിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, കോൺസ്റ്റൻറ്റ് വോളിയം, പിന്നെ ഗാമ, ഇത് മൂന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ ചെയ്തത് കൊണ്ട് തന്നെ അതേ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം മാറുന്നത് കൊണ്ടുള്ള മാറ്റങ്ങൾ മാത്രമാണുള്ളത്. ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ എന്താണ് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് ഓർത്തെടുക്കുന്നു. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 5 ആണ്. ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. 3 എണ്ണം ഡ്യൂ ടു ട്രാൻസ്ലേഷനും
രണ്ട് ഡ്യൂ ടു റൊട്ടേഷനും, രണ്ട് വ്യത്യസ്ത പ്ലെയിനുകളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഗ്യാസ് മോളിക്യൂൾ. ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ആ 2 മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നു. 2 മോളിക്യൂൾ എന്താണ് ഡയറ്റോമിക് ഗ്യാസ്, 2 ആറ്റം ഉള്ള ഗ്യാസ് മോളിക്യൂൾ 2 പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു റൊട്ടേഷൻ, 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 3 ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ആൻഡ് 2 ഡ്യൂ ടു റൊട്ടേഷൻ, ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ ലഭിക്കും? 5/2 kBT, because total number of degrees of freedom is 5. അപ്പോൾ 5/2 kBT. ഇനി നേരത്തെ ചെയ്തതുപോലെ ഫോർ 1 മോൾ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5/2 kBT ഇൻറ്റു NA, KB ഇൻറ്റു NA 6 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5/2 RT എന്ന് ലഭിക്കുന്നു. 5/2 RT. ഇനി നേരത്തെ ചെയ്തതുപോലെ CV കണ്ടുപിടിക്കുകയാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം du/dt. ഇവിടെ നമ്മൾ നേരത്തെ 3/2 RT കിട്ടിയത്, ഇപ്പോൾ 5/2 RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. d/dt ഓഫ് T 1 ആണ്. അപ്പോൾ 5/2 R നേരത്തെ 3/2 R എന്ന് ലഭിച്ചത് ഇപ്പോൾ 5/2 R എന്ന് കിട്ടി. ഇനി CP മൈനസ് CV ഈസ് ഈക്വൽ ടു R, മേസ് റിലേഷനാണ്, അതുവഴി CP കണ്ടുപിടിക്കുന്നു. CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R. ഇവിടെ 5/2 R പ്ലസ് R, 5/2 R, CV 5/2 R ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ 5/2 R പ്ലസ് R, 5/2 പ്ലസ് 1 ഇവിടെ 1 ആണല്ലോ. അപ്പോൾ 5/2 പ്ലസ് 1 എത്രയാണ്? 7/2. 5/2 പ്ലസ് 1 7/2 ആണ്. അപ്പോൾ 7/2 R. ഇനി CPയുടെയും CVയുടെയും റേഷ്യോ ആണ് ഗാമ. അപ്പോൾ CP/CV ഈസ് ഈക്വൽ ടു ഗാമ, അത് 7/2 R ഡിവൈഡഡ് ബൈ 5/2 R. അപ്പോൾ 7/5 എന്ന് നമുക്ക് ഗാമയുടെ ആൻസർ ലഭിക്കും. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ മോണോ ആറ്റോമിക് ഗ്യാസിന് ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഡയറ്റോമിക് ഗ്യാസിനും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡയറ്റോമിക് ഗ്യാസ് നോൺ റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിലോ? നോൺ റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നോൺ റിജിഡ് റൊട്ടേറ്ററിന് എന്താണ്? നോൺ റിജിഡ് റൊട്ടേറ്ററിന് വൈബ്രേഷനും കൂടെ ഉണ്ടാകും. നോൺ റിജിഡ് റൊട്ടേറ്ററിൽ വൈബ്രേഷൻ കൂടെ ഉണ്ടാകും. 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു റൊട്ടേഷൻ ആൻഡ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡ്യൂ ടു വൈബ്രേഷൻ. ടോട്ടൽ 3 + 2 + 2 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാകുന്നത്. 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. അത് 3 എണ്ണം XYZൽ ട്രാൻസ്ലേഷൻ കാരണം 3, പിന്നെ 2 വ്യത്യസ്ത പ്ലെയിനിലെ റൊട്ടേഷൻ കാരണം 2, ഒരു മോഡ് ഓഫ് വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകും. വൈബ്രേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരു മോഡ് ഓഫ് വൈബ്രേഷന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. കാരണം കൈനറ്റിക് എനർജിയും കിട്ടും, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടും. അപ്പോൾ 2, അപ്പോൾ 3 + 2 + 2 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? ഈ 5ന് പകരം 7 ആകും. ഇവിടെയൊക്കെ 5 ഉണ്ടായിരുന്ന സ്ഥലത്ത് 7 ആകും. അപ്പോൾ എന്താണ്? 7/2 R, 7/2 ഇവിടെ 7 ഡിവൈഡഡ് ബൈ 2 7/2. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നേരത്തെ 5 ആയിരുന്നത് ഇപ്പോൾ 7 ആണ്. ഇനി ഇവിടെ നമ്മൾ ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ CP കാണാൻ, CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R ആണ്. നമുക്കിപ്പോൾ CV ലഭിച്ചിരിക്കുന്നത് 7/2 ആണ്. അപ്പോൾ 7/2 R പ്ലസ് R, ഇവിടെ 1 ആണല്ലോ. അപ്പോൾ 7/2 പ്ലസ് 1, 7/2 പ്ലസ് 1 9/2 R എന്ന് ലഭിക്കും. 9/2 R. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ CP 9/2 R ആണ്, CV 7/2 R ആണ്. അപ്പോൾ CP/CV 9/7 എന്നാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന 3 കേസും മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ കേസിലും, അതേപോലെ ഡയറ്റോമിക് ഗ്യാസ് റിജിഡ് റൊട്ടേറ്റർ, പിന്നെ ഡയറ്റോമിക് ഗ്യാസ് നോൺ റിജിഡ് റൊട്ടേറ്റർ, ഇതിലൊക്കെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് സെയിം ആണ്. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറുന്നത് കാരണം ഓരോ സ്റ്റെപ്സിലും CPയും CVയും ഗാമയൊക്കെ മാറുന്നു എന്ന് മാത്രം വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയും.